ഇന്ത്യക്ക് പുറത്ത് ഇന്ത്യയെ ആക്രമിക്കാൻ തക്കം പാർത്തിരിക്കുന്ന നിരവധി ശത്രുക്കൾ നമുക്കുണ്ട്. നമുക്കത് നല്ലപോലെ അറിയാം. എന്നാൽ അത്തരം ശത്രുക്കളുമായിട്ട് നാം ഏറ്റുമുട്ടുമ്പോൾ ഇന്ത്യക്ക് ഉള്ളിൽ നിന്ന്, പിന്നിൽ നിന്ന് നമ്മുടെ സൈന്യത്തെ കുത്തുന്ന ശത്രുക്കൾ ഇന്ത്യക്ക് ഉള്ളിലുണ്ടോ? ഉണ്ട് എന്ന് ഏറെക്കുറെ നമുക്ക് ബോധ്യപ്പെട്ടിട്ട് കാലമേറെയായി. ഇപ്പോൾ ഇതാ നമ്മുടെ ദേശീയ അന്വേഷണ ഏജൻസി തന്നെ ഇക്കാര്യം സ്ഥിരീകരിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നു. അവർ ഡൽഹിയിലെ പട്യാല കോടതിയിൽ നൽകിയ ഒരു സ്റ്റേറ്റ്മെന്റ് ഇക്കാര്യം വ്യക്തമാക്കുന്നു. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെ നിരോധിച്ചത് എന്തിന് എന്ന ചോദ്യം ഏറെക്കാലമായി ഉയരുന്നുണ്ട്. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എത്ര വലിയ അപകടം പിടിച്ച ഒരു സംഘടനയാണ് എന്നുള്ളതിന് ധാരാളം തെളിവുകളുണ്ട്. അരിയും മലരും കുന്തിരിക്കവും വാങ്ങി വീട്ടിൽ സൂക്ഷിച്ചോ, വരുന്നുണ്ടടാ നിന്റെയൊക്കെ കാലന്മാർ എന്നൊരു കൊച്ചു കുഞ്ഞിനെ കൊണ്ട് മുദ്രാവാക്യം വിളിപ്പിക്കാൻ മാത്രം നിഷ്ഠൂരരും കഠിനഹൃദയരും ക്രൂരന്മാരുമാണ് ഈ സംഘടനയിൽ പ്രവർത്തിക്കുന്നവർ എന്ന് പറയാതിരിക്കാൻ വയ്യ. ഒരു കൊച്ചു കുഞ്ഞിനെ കൊണ്ടാണ് ഈ മുദ്രാവാക്യം വിളിപ്പിച്ചത്. കുട്ടികളുടെ മനസ്സിൽ ഈ വിഷം കുത്തിവെച്ചവർ എത്ര കഠിനഹൃദയരായിരിക്കും ഒന്ന് ആലോചിച്ചു നോക്കൂ. എന്നാൽ ഇപ്പോൾ PFI പറയുന്നു, NIA പറയുന്നു, PFI എന്ന് പറയുന്നത് കഠിനഹൃദയർ മാത്രമല്ല, ഒന്നാം തരം രാജ്യദ്രോഹികൾ കൂടിയാണ്. ഇവർ ഇന്ത്യക്കകത്ത് നിന്ന് നശിപ്പിക്കാൻ ശ്രമിച്ചവരാണ്. കാരണം അതിൻ്റെ തെളിവുകൾ ഞങ്ങളുടെ കൈവശമുണ്ട് എന്നാണ്. അതായത് രാജ്യത്തിൻ്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും വെല്ലുവിളി ഉയർത്തുക മാത്രമല്ല, ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ ഈ രാജ്യത്തെ നശിപ്പിക്കാൻ, ശത്രുവിന് മുന്നിൽ ഈ രാജ്യത്തെ പരാജയപ്പെടുത്തി അടിയറ വയ്പ്പിക്കാൻ, രാജ്യത്തിനുള്ളിൽ നിന്ന് ഈ രാജ്യത്തിൻ്റെ മണ്ണിൽ ജീവിച്ചുകൊണ്ട് ഈ രാജ്യത്തെ വെള്ളവും വായുവും ഉപയോഗിച്ചുകൊണ്ട് പരിശ്രമിച്ചവരാണ് PFI എന്നാണ് NIA പറയുന്നത്. ഒരു സംരക്ഷിത സാക്ഷി ഞങ്ങളുടെ കൈവശമുണ്ട്. PFIയുടെ കളരികളിൽ, പരിശീലന കളരികളിൽ ഇക്കാര്യം പഠിപ്പിച്ചിരുന്നു. അതായത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു യുദ്ധമുണ്ടായാൽ സൈന്യത്തിൻ്റെയും ഭരണകൂടത്തിൻ്റെയും പ്രതിരോധ സംവിധാനങ്ങളുടെയും ഒക്കെ ശ്രദ്ധ ഉത്തരേന്ത്യയിലായിരിക്കും, പാക് അതിർത്തിയിലായിരിക്കും. ഈ സമയത്ത് നമുക്ക് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യക്ക് ദക്ഷിണേന്ത്യയെ ഇന്ത്യയിൽ നിന്ന് വേർപെടുത്തി ഒരു സ്വതന്ത്ര രാഷ്ട്രമാക്കണം. തമിഴ്നാട്, കേരളം, കർണാടക, ആന്ധ്ര ഈ 4 സംസ്ഥാനങ്ങളെയും ചേർത്തുകൊണ്ട് ഒരു സ്വതന്ത്ര രാഷ്ട്രം രൂപീകരിക്കണം. അതിന് വേണ്ടുന്ന മാസ്റ്റർ പ്ലാൻ, ഈ പ്ലാൻ എയും പ്ലാൻ ബിയും ഒക്കെ തയ്യാറാക്കി വച്ചിരിക്കുകയായിരുന്നു. അത് ഈ പരിശീലന കളരികളിൽ പഠിപ്പിക്കുകയായിരുന്നു. അത് ആ പരിശീലന കളരിയിൽ പഠിച്ച് അത് നേരിട്ട് മനസ്സിലാക്കിയ ഒരാൾ ഞങ്ങളുടെ സാക്ഷി പട്ടികയിലുണ്ട്. സംരക്ഷിത സാക്ഷിയാണ്. ഞങ്ങൾ എപ്പോൾ വേണമെങ്കിലും ഈ സംരക്ഷിത സാക്ഷിയെ ഹാജരാക്കാം എന്നാണ് NIA പട്യാല ഹൗസ് കോടതിയിൽ പറഞ്ഞത്, മൊഴി കൊടുത്തത്, സ്റ്റേറ്റ്മെന്റ് കൊടുത്തിരിക്കുന്നത്. ഇത് നിസ്സാര കാര്യമല്ല. നമ്മുടെ രാജ്യത്തിനുള്ളിൽ നിന്ന് നമ്മുടെ രാജ്യത്തെ നശിപ്പിക്കാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ ഈ രാജ്യത്തെ സമ്പൂർണമായിട്ടും നശിപ്പിച്ച് ശത്രുവിൻ്റെ കാൽക്കൽ അടിയറ പറയിക്കും എന്ന ഉറച്ച തീരുമാനത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു സംഘടന. ഈ സംഘടനയെ ഇനിയും വെച്ചോണ്ടിരിക്കാൻ പാടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. എന്തായാലും കേന്ദ്ര സർക്കാർ 2 വർഷം മുമ്പ് നിരോധിച്ചതോടുകൂടി ഈ സംഘടനയുടെ അടപടലം പൊളിഞ്ഞിരിക്കുകയാണ്. എങ്കിലും പല രൂപത്തിൽ, പല ഭാവത്തിൽ, പല രാഷ്ട്രീയ പാർട്ടികളിൽ ചേർന്നുകൊണ്ട് ഇവർ പ്രവർത്തിക്കുകയാണ്. ധാരാളം മുസ്ലിം ചെറുപ്പക്കാരെ ഇവർ വഴിതെറ്റിച്ചിരിക്കുന്നു എന്നാണ് NIA പറയുന്നത്. നോക്കൂ, ഈ അടുത്ത കാലത്ത് 2023 മിഷൻ 2047, കറാച്ചി പ്രോജക്ട് എന്നിവയെക്കുറിച്ച് നമ്മുടെ വാർത്താ ചാനലുകൾ വാർത്തകൾ റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ 2010 തന്നെ ഇത് സംബന്ധിച്ച വാർത്ത കൊടുത്ത ഒരു പത്രപ്രവർത്തകനാണ് ഞാൻ. അന്ന് ഞാൻ ജോലി ചെയ്യുന്ന പത്രത്തിൽ, ജന്മഭൂമി എന്ന പത്രത്തിലാണ് ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ആ ജോലി ചെയ്തുകൊണ്ടിരുന്ന കാലത്ത് 2010 പ്രൊഫസർ ജോസഫിന്റെ കൈവെട്ടിയ സമയത്താണ് കേരളത്തിൽ എത്ര സ്ലീപ്പിംഗ് സെല്ലുകൾ ഉണ്ട് എന്നും ആ സ്ലീപ്പിംഗ് സെല്ലുകളുടെ ഉദ്ദേശം എന്താണെന്നും ഒക്കെയുള്ള വാർത്ത ഞാൻ
ഞാൻ കൊടുക്കുന്നത്. മാത്രമല്ല മിഷൻ 2047 2047 ആകുമ്പോൾ ഇന്ത്യയെ 3 കഷ്ണങ്ങളായിട്ട് മുറിക്കണം. ഗ്രേറ്റർ പാകിസ്ഥാൻ, മുഗളസ്ഥാൻ, മാപ്പിളസ്ഥാൻ. ഈ ദക്ഷിണ ഭാരതത്തിലെ 4 സംസ്ഥാനങ്ങൾ ചേർത്തുകൊണ്ട് മാപ്പിളസ്ഥാനും മധ്യ ഇന്ത്യ മുഴുവനും ചേർത്തുകൊണ്ട് മുഗളസ്ഥാനും ഉത്തര ഇന്ത്യ അതായത് ഗുജറാത്തും അതിന് മുകളിൽ വരുന്ന സംസ്ഥാനങ്ങളും ചേർത്തുകൊണ്ട് ഒരു ഗ്രേറ്റർ പാകിസ്ഥാൻ. ഇങ്ങനെ 3 രാജ്യങ്ങളാക്കി ഇന്ത്യയെ വെട്ടിമുറിക്കണം എന്ന ഒരു മിഷൻ പാകിസ്ഥാൻ ചാരസംഘടനയ്ക്കുണ്ട്. അതിന്റെ പേരാണ് മിഷൻ 2047. തുടർന്ന് കറാച്ചി അത് നടപ്പാക്കാൻ വേണ്ടിയിട്ട് അവർ ആവിഷ്കരിച്ച പ്രോജക്റ്റാണ് കറാച്ചി പ്രോജക്റ്റ്. കറാച്ചിയിൽ പരിശീലനം നേടിയ ഒരു കൂട്ടം ആൾക്കാർ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറുക. നമുക്കറിയാം 2008 നവംബർ 26 സൂര്യൻ അസ്തമിച്ചപ്പോൾ നമ്മുടെ മഹാനഗരത്തെ, തുറമുഖ നഗരത്തെ, ഇന്ത്യയുടെ വാണിജ്യ തലസ്ഥാനമായ മുംബൈയെ ആക്രമിച്ചത് നമുക്കറിയാം പാക് ഭീകരന്മാർ. അതിലൊരാളെ ജീവനോടെ പിടിക്കാൻ സാധിച്ചത് കൊണ്ടാണ് നമ്മുടെ രാജ്യം തന്നെ രക്ഷപ്പെട്ടത്. അജ്മൽ കസബ് എന്ന ഈ കൊടും ഭീകരൻ കറാച്ചി പ്രോജക്റ്റിന്റെ ഭാഗമായി പരിശീലനം നേടിയ ആളാണ് എന്ന് പിന്നീട് തെളിഞ്ഞു. ഇതൊക്കെ വിരൽ ചൂണ്ടുന്നത് ഇന്ത്യയെ നശിപ്പിക്കാൻ വലിയ പരിശ്രമം ഇന്ത്യക്ക് പുറത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ചുവട് പിടിച്ച് ഇന്ത്യക്കുള്ളിൽ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ പോലെയുള്ള സംഘടനകൾ പരിശ്രമിക്കുന്നു. പരമത വിദ്വേഷം കുത്തിവെച്ച് മുസ്ലിം ചെറുപ്പക്കാരെ വഴിതെറ്റിക്കുക. അങ്ങനെ വഴിതെറ്റി വരുന്നവരെ കൊണ്ട് ഈ രാജ്യത്ത് സ്ഫോടനങ്ങൾ നടത്തുക, നിരപരാധികളായ മനുഷ്യരെ മതത്തിന്റെ പേരിൽ ആക്രമിക്കുക, കൊല്ലുക. ഇതൊക്കെയാണ് ഇവരുടെ പദ്ധതി. ഇത് പ്ലാൻ എയും പ്ലാൻ ബിയും ഒക്കെ ഉണ്ടായിരുന്നു. അത് വളരെ കൃത്യമായിട്ട് NIA-ക്ക് കണ്ടെത്താൻ സാധിക്കുകയും NIA തുടർ നടപടികൾ ആവശ്യപ്പെട്ടുകൊണ്ട് ആഭ്യന്തര വകുപ്പിന് വിവരങ്ങൾ കൈമാറുകയും ചെയ്തു. അതിന്റെ ഫലമായിട്ടാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ നിരോധിക്കപ്പെട്ടത്. ഈ നിരോധനവുമായി ബന്ധപ്പെട്ട് നിരവധി നിയമ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ നിയമ പോരാട്ടങ്ങൾ നടന്നു വരികയാണ്. നിരോധനം നീക്കണമെന്നും ജയിലിൽ കിടക്കുന്നവരെ വിട്ടയക്കണമെന്നും ഒക്കെ ആവശ്യപ്പെട്ട് ധാരാളം പേർ രംഗത്ത് വന്നിട്ടുണ്ട്. എന്നാൽ ഇതൊന്നും എളുപ്പത്തിൽ നടക്കില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. കാരണം തെളിവുകൾ വളരെ കൃത്യമാണ്. അതെല്ലാം ഹാജരാക്കേണ്ടടുത്ത് ഹാജരാക്കിയിട്ടുണ്ട്. സമ്പൂർണമായും തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെ നിരോധിച്ചത്. നമുക്കറിയാം, നേരത്തെ അതുപോലൊരു സംഘടന ഉണ്ടായിരുന്നു, സിമി, സ്റ്റുഡൻസ് ഇസ്ലാമിക് മൂവ്മെന്റ് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്നായിരുന്നു അവരുടെ മുദ്രാവാക്യം. അതിന് RSS കൊടുത്ത മറുപടി ഇസ്ലാമിന്റെ അന്ത്യം ഇന്ത്യയിൽ എന്നായിരുന്നു. അതോടുകൂടി ആ മുദ്രാവാക്യം അവർ മാറ്റിവെച്ചു. എന്നാൽ പ്രവർത്തനം മാറ്റിവെച്ചില്ല. പക്ഷേ ആ പ്രവർത്തനം എന്താണെന്ന് മനസ്സിലാക്കി കേന്ദ്ര സർക്കാർ സിമിയെ നിരോധിച്ചു. ഇന്നും ആ നിരോധനം തുടരുന്നു. വർഷം ഏതാണ്ട് 2 പതിറ്റാണ്ട് കഴിഞ്ഞിരിക്കുന്നു. എന്നിട്ടും ഈ പറഞ്ഞതുപോലെ സിമിയുടെ നിരോധനം നീക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല. നിയമത്തിന്റെ മാർഗത്തിലൂടെ സഞ്ചരിച്ച് സിമിയെ സ്വതന്ത്രമാക്കാൻ, നിരോധനം മാറ്റി വീണ്ടും പ്രവർത്തനക്ഷമമാക്കാൻ അതിന്റെ ഉപജ്ഞാതാക്കൾക്ക് സാധിച്ചിട്ടില്ല. കാരണം തെളിവുകൾ അത്ര കൃത്യമായിരുന്നു. അതുപോലെ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യക്കെതിരായ തെളിവുകളും വളരെ കൃത്യമാണ്. നിങ്ങൾ ഈ രാജ്യത്തെ നശിപ്പിക്കാൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അത് മുഴുവനും ഈ കൃത്യമായിട്ടും NIA ശേഖരിച്ച് കോടതികളിൽ ഹാജരാക്കും. അവരുടെ കൈവശം ആ തെളിവുകളുണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങളുടെ നിരോധനം നീങ്ങും എന്ന് പ്രതീക്ഷിക്കേണ്ട, അതിനുവേണ്ടി കാത്തിരിക്കേണ്ട.